കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫുൾ വെബ്സൈറ്റ് ജോബ് പോർട്ടൽ, അതായത് നമ്മുടെ ഫുൾ ജോബ് പോർട്ടലിലെ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതെല്ലാം റെഡിയാക്കി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടൻസ് ആഡ് ചെയ്യാൻ പോവാണ്. അതായത് കണ്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള വൺ ടൈം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് വൺ ടൈം ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോബിന് കുറച്ച് സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ലൈക്ക് ഇപ്പോൾ എന്താണ് പല കാറ്റഗറിയിലുള്ള ജോലികളൊക്കെ ഉണ്ട്, അതിനെ ആഡ് ചെയ്യണം. പ്ലസ് നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോബിൻ്റെ റീജിയൻസ്, ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പല രാജ്യത്തിലെ ജോലികൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പം എന്താ പറയുക, ഖത്തറിലെ ജോബ് ഒരു വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ UAE ജോലികളെല്ലാം ഒരു വെബ്സൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ജസ്റ്റ് വൺ ടൈം ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജോലികളാണ്. ജോലികൾ നമ്മൾ എവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജോലി കുറച്ച് ആഡ് ചെയ്യണം. പിന്നെ ചെയ്യാനുള്ളത് കുറച്ച് ബ്ലോഗുകളാണ്, ബ്ലോഗ് പോസ്റ്റുകൾ. ഇപ്പോൾ നമ്മൾ ബ്ലോഗുകൾ നമ്മുടെ വെബ്സൈറ്റ് കുറച്ചുകൂടെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക മെത്തേഡാണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്യും, ഓരോരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഓരോരോ സെർച്ചുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലൊക്കെ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക്ക് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, നമ്മളൊരു ബ്ലോഗ്, അതായത് ബ്ലോഗുകൾ എഴുതും. നമ്മുടെ വെബ്സൈറ്റിൽ ബ്ലോഗുകൾ എഴുതും. അതായത് ഈ ജോബ് പോസ്റ്റ് ആഡ് ചെയ്യുന്നതും അതുപോലെ ബ്ലോഗ് ചെയ്യുന്നതും എന്ന് പറയുന്നത്, ബ്ലോഗ് എഴുതുന്നതെന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബ്ലോഗ് നിങ്ങൾ എഴുതുമൊന്നും വേണ്ട, നമുക്ക് എന്താ പറയുക, ചാറ്റ് ജി പി ടിയോട് ചോദിക്കുക. നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുക. ചാറ്റ് ജി പി ടി നമുക്ക് കണ്ടന്റ് തരും. അതെടുത്ത് നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. നെറ്റിൽ നിന്ന് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ തീം ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഡെമോ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അങ്ങനെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തീമിൽ ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വരുത്തുന്നതെല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ കസ്റ്റമൈസ് ഒരു ഓപ്ഷനിൽ കൂടെ, അതുപോലെ തന്നെ എലമെൻറ്ററിൻ്റെ എഡിറ്ററിൽ കൂടെ നമുക്ക് എന്ത് ഡിസൈൻ ചേഞ്ചസ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വരുത്താം. ഞാനിപ്പോൾ പ്രത്യേകിച്ച് അതായത് നമ്മുടെ വെബ്സൈറ്റിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തണില്ല. ഇപ്പോൾ ഓൾറെഡി കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പോസ്റ്റുകൾ, അതായത് നമ്മുടെ സൈറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബ്ലോഗ് പോസ്റ്റുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ജോബിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അതായത് ജോബിന് കുറച്ച് കാറ്റഗറീസൊക്കെ ഉണ്ട്. അത് നമ്മൾ ജോബ് പോസ്റ്റ് ചെയ്യുന്നത് ഓരോരോ കാറ്റഗറീസിലാണ് ജോബ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ കുറച്ച് ജോബ്സ് ആഡ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾക്ക് ഇതിനകത്തിപ്പം മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് പോസ്റ്റുകൾ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ്. നമുക്ക് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്റ്റിംഗിൻ്റെ ലോഗിനിൽ കൂടെ തന്നെ കയറിയിട്ട് നമുക്ക് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരാം. അല്ലെങ്കിൽ നമുക്ക് മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് വേർഡ്പ്രസിൻ്റെ ഇതിലേക്ക് വരാം, ഡാഷ്ബോർഡിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ പോസ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോസ്റ്റുകൾ ആഡ് ചെയ്യാനുള്ളത്. ഇതിപ്പം ഓൾറെഡി ഇതിലുള്ള പോസ്റ്റുകളാണ്. ഇപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു പോസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് നമുക്കിത് മൂവ് ടു ട്രാഷ് കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ആയി പോയിക്കോളും. നമ്മളിവിടെ ആഡ് ന്യൂ പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മളത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാണ് നമുക്ക് പോസ്റ്റ് ആഡ് ചെയ്യാനുള്ളൊരു പേജ് ഇതാണ്. ഇപ്പോൾ നമുക്കിതിലൊരു ടൈറ്റിൽ ആഡ് ചെയ്യണം, പ്ലസ് പിന്നെ കണ്ടൻസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളായിട്ട് ഇങ്ങനെ എഴുതി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ നമ്മുടെ എന്താണ് പറയണത്, നമ്മുടെ ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് ഓൾറെഡി ഇങ്ങനെ ഒരു പ്രോമിറ്റ് നമുക്കിപ്പോൾ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ടോപ്പിക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചാൽ മതി. നമുക്ക് ചാറ്റ് ജി പി ടി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നതാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ജസ്റ്റ് ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കോപ്പി ചെയ്യാണ്. അപ്പോൾ ഇതിവിടെ കോപ്പി ചെയ്ത് ടൈറ്റിൽ കോപ്പി ചെയ്തു. ടൈറ്റിൽ നമുക്കിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത് ഫുൾ ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഇത് ഫുള്ള് കോപ്പി ചെയ്തെടുക്കാം. ഈ കണ്ടൻസ് ഫുൾ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, വൺസ് അഗൈൻ കോപ്പി ആവട്ടെ. ഓക്കെ, ഇപ്പോൾ ഫുള്ള് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അവിടെ കൊണ്ടിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതാണ് നമ്മുടെ പോസ്റ്റിൻ്റെ ബോഡി പാർട്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോഗിൻ്റെ ഒരു ടൈറ്റിൽ, അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയായിട്ടുള്ളത് കണ്ടൻസ് കാര്യങ്ങളെല്ലാം നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോസ്റ്റിന് ഒരു ഇമേജ് സെറ്റ് ചെയ്യണം. അതിന് നമ്മളിവിടെ പോസ്റ്റിൻ്റെ ഇവിടെ പോയിട്ട് ഇവിടെ സെറ്റ് ഫീച്ചേർഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യുക.
എന്നിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്യാം. ഡൗൺലോഡ്സിൽ പോയിട്ട് നമുക്ക് ഈ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഒരു ചെറിയ ഇമേജാണത്, നിങ്ങൾക്ക് വേറെ ഇമേജസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. അതിന് ശേഷം കഴിഞ്ഞു അത് നമ്മൾ പബ്ലിഷ് കൊടുക്കുന്നു. പബ്ലിഷ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പോസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നതാണ്. നമ്മൾക്ക് നോക്കാം, ഇത് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ജസ്റ്റ് പോയിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. ഇതേണ്ട ഡീറ്റെയിൽസ് ഫുൾ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ സൈഡ് ബാർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ബാർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അത് പോസ്റ്റ് ഇടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ തിരിച്ച് പിന്നെ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് പോകണം, പിന്നെ ഡാഷ്ബോർഡിൽ പോകണം. അതുപോലെ നമുക്ക് ബാക്കി പോസ്റ്റിലൂടെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനിയിപ്പം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജോബ് മാനേജർ ഉണ്ട്. ജോബ് മാനേജറിൽ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ജോബ്സിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇപ്പം ജോബ്സിന് ഫസ്റ്റായിട്ട് കാറ്റഗറീസ് ആഡ് ചെയ്യണം, പിന്നെ ജോബ് റീജിയൻ ആഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ജോബ് ടൈപ്സ് ഉണ്ട്. ജോബിൻ്റെ ടൈപ്പുകൾ ജസ്റ്റ് നോക്കാം. ഇവിടെ ഫ്രീലാൻസ് ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്, ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, പാർട്ട് ടൈം ഉണ്ട്, ടെമ്പററി ഉണ്ട്, അങ്ങനെ പല ഇതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം നമുക്കിവിടെ. പിന്നെ ജോബിൻ്റെ അതുപോലെ തന്നെ റീജിയൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏതൊക്കെ റീജിയനിലാണ് ജോലികൾ അതായത് നമ്മൾ ആഡ് ചെയ്യുന്നത് ആ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ സൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഖത്തർ, അതുപോലെ ദുബായ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കുള്ള ജോലികൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ റീജിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ പല സ്ഥലത്തിലേക്കുള്ള ജോലികളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ റീജിയൻസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. റീജിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ ഖത്തർ ആഡ് ചെയ്യണം. ഖത്തർ എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഖത്തർ ആഡ് ആവുന്നുണ്ട്. വേറെ ഒന്നും കൊടുക്കേണ്ട, പേര് മാത്രം കൊടുത്ത് വെച്ചാൽ മതി. അതുപോലെ ഞാനിവിടെ ടൈപ്സിൽ ഇപ്പോൾ നിങ്ങളിവിടെ കൊണ്ടിട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് പേര് കൊടുക്കുക. അതിപ്പോൾ ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പുകളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ടൈപ്പുകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറീസാണ്, ജോബ് പോസ്റ്റുള്ള കാറ്റഗറീസാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇത് ഡിഫോൾട്ടായിട്ട് എനേബിൾഡ് അല്ലായിരിക്കും. ഇപ്പോൾ നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ പോവുകയാണ് ചെയ്യുന്നത്. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ജോബ് ലിസ്റ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് പോവാണ്. അതിൽ പോയിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ കാറ്റഗറീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ എനേബിൾ ചെയ്തിട്ട് സേവ് ചെയ്യാണ്. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാറ്റഗറീസ് അവൈലബിൾ ആയി. ഇപ്പോൾ കാറ്റഗറീസ് നമ്മൾ നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കാറ്റഗറീസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാറ്റഗറി ആഡ് ചെയ്യുവാണ്. എന്താ പറഞ്ഞത്, അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കാറ്റഗറി ഞാനിപ്പോൾ ആഡ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാവും. ഓക്കെ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കാറ്റഗറി ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പലത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ വേറെ എന്താ പറയണേ എൻജിനീയറിംഗ് എന്ന് കൊടുത്തിട്ടൊരു കാറ്റഗറി ആഡ് ചെയ്യാണ്. എൻജിനീയറിംഗ് ഓക്കെ. അതുപോലെ വേറെ എന്താണ് സെയിൽസ് എന്നൊരു കാറ്റഗറി ആഡ് ചെയ്യാണ്. ഇതുപോലെ നമ്മൾ കാറ്റഗറീസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കാറ്റഗറീസ് ആഡ് ചെയ്യുന്നതാണ് നമ്മൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാറ്റഗറീസ് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ജോലികൾ നമ്മളിതിൽ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ എല്ലാ കാറ്റഗറീസും നമ്മളിതിൽ കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാറ്റഗറീസ് കാണിക്കുന്നുണ്ട്. ഓൾറെഡി ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ കാറ്റഗറീസ് എനേബിൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ കാറ്റഗറീസ് കാണിക്കുന്നത്. പിന്നീട് നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ജോബ് ആഡ് ചെയ്യണം. ജോബ് ആഡ് ചെയ്യാനായിട്ടുള്ളതാണ് നോക്കാനുള്ള അടുത്തത്. ജോബ് ആഡ് ചെയ്യാനായിട്ട് നമുക്കത് ഇപ്പോഴും തന്നെ നമുക്ക് ജോബ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ ജോബ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് കുറച്ചൊരു എന്താ പറയുക നമുക്ക് കണ്ട അത്ര ഇഷ്ടപ്പെടാത്തൊരു രീതിയിലാണ്. കാര്യം ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് മടുക്കും. അപ്പോൾ അതിലും നല്ലത് കുറച്ചുകൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു പേജ് വെച്ചിട്ട് നമുക്ക് ജോബ്സ് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് നമ്മളിപ്പോൾ ഇവിടെ പേജസിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് സബ്മിറ്റ് ജോബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഓൾറെഡി ഉള്ളൊരു പേജ് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് വ്യൂ എടുത്തിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുന്ന ന്യൂ ടാബ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് സബ്മിറ്റ് ജോബ് എന്ന് പറയുന്ന പേജ്. ഇതിവിടെ നിന്നല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ജോബ് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ആക്സസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ജോബ് ടൈറ്റിൽ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാണ്. ഇപ്പോൾ ഞാനിവിടെ ജോബൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോബ് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്കിവിടെ ഖത്തർ പോലുള്ള പല രാജ്യങ്ങളിൽ ജോലികൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പല ടെലഗ്രാം ചാനലുകളുണ്ടാവും. അപ്പോൾ ആ ടെലഗ്രാം ചാനലുകളിൽ വരുന്ന ജോബ് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ടെലഗ്രാമിൽ കയറി സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ജോലിയുടെ വേക്കൻസികൾ കാര്യങ്ങളൊക്കെ കാണിക്കും. അതൊക്കെ ജസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളൂ. ഡെയിലി പ്രോസസ്സാണ്. ഡെയിലി എല്ലാ ദിവസവും നിങ്ങളിതൊരു 1 ഹവറെങ്കിലും മിനിമം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജോലികൾ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടൊരു ജോലി ആഡ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ HR അഡ്മിൻ കൊടുക്കുകയാണ്. ലൊക്കേഷൻ ഞാനിപ്പോൾ ഇവിടെ ദോഹ കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ ഖത്തർ സെലക്ട് ചെയ്യുന്നു. ഇതെല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഫുൾ ടൈമാണ് ജോലി. ഓക്കെ, കാറ്റഗറിയിൽ ഞാനിവിടെ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് അപ്ലൈ നൗ ടു ദി
ഓപ്പണിങ്സ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലിങ്കാണ്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒന്നെങ്കിൽ ലൈക്ക് നിങ്ങൾ കിട്ടുന്ന ലിങ്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചിലപ്പോൾ ഗൂഗിളിൻ്റെ ലിങ്ക് ആയിരിക്കും കൊടുക്കുന്നത്. www.google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ google.com പോയിട്ടായിരിക്കും അത് അപ്ലൈ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഏത് URL കൂടെയാണോ നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത് ആ URL നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മെയിൽ ID കൊടുക്കാം. രണ്ടെണ്ണം കൊടുക്കാം. ഇവിടെ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇമെയിൽ ഒരു URL എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഡെമോ ആയിട്ട് ജസ്റ്റ് ഇത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ കമ്പനിയുടെ പേര് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് 1 ജോബ് എന്ന് കൊടുക്കുകയാണ്. നമ്മുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്കിപ്പം ജോലി പോസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിയുടെ പേര് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക. പിന്നെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. വീഡിയോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എല്ലാ കാര്യങ്ങളും കൊടുക്കാം. പിന്നെ ലോഗോ ഉണ്ട്. ലോഗോയും ചൂസ് ചെയ്യാം നമുക്കിവിടുന്ന്. ജസ്റ്റ് ഒരു ലോഗോ നമുക്കിവിടുന്ന് ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലോഗോ ഇവിടെ കിടപ്പുണ്ട്. നമ്മളത് എടുക്കുന്നു. അത് നമ്മൾ യൂസ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ പ്രിവ്യൂ കൊടുക്കുകയാണ്. പ്രിവ്യൂ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ ഈ ജോബ് നമ്മളിവിടെ പോസ്റ്റ് ആക്കി. ഓൾറെഡി നമ്മൾ പോസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. ഇത് അപ്രൂവ് ആക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ നമ്മുടെ അഡ്മിൻ പാനലിൽ വന്നിട്ട് ഡാഷ്ബോർഡിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ജോബ് മാനേജർ ഇവിടെ 1 എന്നുള്ളൊരു ഇത് വന്നേക്കുന്നതാണ്. ഒരു റെഡ് കാണിച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ജോബ് മാനേജറിൽ ഇവിടെ നമ്മൾ ഇത് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ അപ്രൂവ് ചെയ്യുക. അപ്പോൾ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ജോബ് ഇവിടെ അവൈലബിൾ ആവും. നമുക്കിവിടെ ഡാഷ്ബോർഡിൽ അതായത് നമ്മുടെ പേജിൽ പോയി നോക്കാം. വെബ്സൈറ്റിലെ പേജിൽ ഫസ്റ്റ് പേജിൽ പോയി നോക്കാം. ഇവിടെ കിടപ്പുണ്ട് HR അഡ്മിൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പേജിലേക്ക് പോകും. ഇവിടുന്ന് അപ്ലൈ ജോബ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ലിങ്ക് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് അതായത് ബ്ലോഗിൻ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ജോലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നാൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിന് ലിങ്ക് ചെയ്യാനായിട്ട് കൊടുക്കാം. ഒരു 5 ദിവസം 10 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൈറ്റിൽ ഒരുപാട് കണ്ടൻറ്റ്സ് ആവും. അതിനുശേഷം നമുക്കിത് ഗൂഗിളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ലൈക്ക് അപ്രൂവൽ കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ആഡ് ചെയ്ത ജോലിയും അതുപോലെ തന്നെ എക്സ്പയർ ആയിപ്പോയ ജോലികളും എല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇത് നമുക്ക് മാറ്റണം. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ പോകുന്നു. ജോബ് മാനേജറിൽ സെറ്റിങ്സിൽ പോയിട്ട് ജോബ് ലിസ്റ്റിംഗ് എന്നൊരു ഓപ്ഷൻ എടുക്കുന്നു. ഇതിൽ വന്നിട്ട് ഇവിടെ ഫീൽഡ് ലിസ്റ്റിംഗ് ഹൈഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ എക്സ്പയർഡ് ലിസ്റ്റിംഗ് ഹൈഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളത് സേവ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഫിൽഡ് ജോബ്സ് അതായത് ഫില്ലായിപ്പോയ ജോലികളെ അതുപോലെ തന്നെ എക്സ്പയർ ആയിട്ടുള്ള ജോലികളെ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അത്രയാണ് നമുക്കിവിടെ മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ജോബുകൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലോഗ് പോസ്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആഡ്സെൻസ് ലിങ്ക് ചെയ്യുന്നതെന്നുള്ളത്, അതായത് ആഡ്സെൻസ് അപ്രൂവലിന് കൊടുക്കുന്ന പ്രോസസ്സാണ് കാണിക്കാൻ പോകുന്നത്. അതിനൊരു പ്ലഗിനുണ്ട്. പ്ലഗിൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പം അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഒരു 2 വീഡിയോയിലേക്ക് എനിക്കൊന്നൊരു 2 മണിക്കൂറത്തെ ഒരു വീഡിയോ മാക്സിമം കാണുള്ളൂ. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ എടുക്കുള്ളൂ. ഈ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ജോലികൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റെഗുലറായിട്ട് ഒരു ദിവസം ജസ്റ്റ് മേ ബി ഒരു 30 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ജോബ് സൈറ്റ് ഇങ്ങനെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഇതിലിപ്പം നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചറിൽ ഒരു ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആഡ്സെൻസ് ലിങ്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു വെബ്സൈറ്റിൽ ഞാൻ ഓൾറെഡി ഏണിങ്സ് കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും കൂടെ ഉണ്ടാകുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.